ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ്. ഇത് ചപ്പാത്തിക്കും പുട്ടിനും മാത്രമല്ല ചോറിനും കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കിയിട്ട് വരാം. മുട്ട മപ്പാസിനെ ഒരു 4 ഇടത്തരം സൈസ്, അതായത് ചെറിയ 5 സവോള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവോള, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടാതെ വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തത്, അതിനുള്ളൊരു ചെറിയ പീസ്, ഇതിൻ്റെ 1/4 ഭാഗം കൂടെ എടുത്തിട്ടുള്ളൂ. അതും പൊടിയായിട്ട് അരിഞ്ഞൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 മുട്ടയ്ക്കുള്ള കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. ആ നേരത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന സബോള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 4 പച്ചമുളക് ചേർക്കുന്നത്. പച്ചമുളകും എരിവാണ് കൂടുതൽ ഇതിന് ഉള്ളത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ മൂടി വയ്ക്കാം. ഫ്ലെയിം തീരെ സിമ്മിലിടണം. 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിയും പച്ചമുളകും സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ, തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയൊക്കെ വഴന്നു വരുന്നത് വരെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുവോളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക.
ഇനി 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ പൊട്ടറ്റോയും ടൊമാറ്റോ മസാല എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും തക്കാളി അല്ലെങ്കിൽ സവാള എല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് ഈ സമയത്ത് നോക്കണം. 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. മൂന്നാല് കഷ്ണമൊക്കെ ഉടച്ചിട്ട് കൊടുക്കുക. ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/4 പാൽ വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാൽ ചേർത്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. കറക്റ്റായിട്ട് ഉപ്പ് വന്നിട്ടുണ്ട്. സ്വല്പം ഉപ്പും കൂടെ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ പോരാഴിക ഉണ്ടായിരുന്നു. ഈ സമയത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചേർക്കുന്നില്ല. ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്ത് വെച്ചിരുന്നത്. 3 മുട്ടയ്ക്കുള്ള ഗ്രേവിയാണ് ഈ പറഞ്ഞത്. 3 മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 1 മിനിറ്റ് ഒന്ന് ഫ്ലെയിം തീരെ സിമ്മിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നിരിക്കുന്നു. നമ്മൾ 1/4 പാൽ ഒഴിച്ചതാണ്. ഒത്തിരി തിളപ്പിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് തിളവന്ന് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കണം. ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കിയായിരുന്നു. ഉപ്പ് പോരാഞ്ഞിട്ട് ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കുറുമ റെഡിയായിരിക്കുകയാണ്. ഇതിന് എരിവിന് വേണ്ടി നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മുളക് പൊടി ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡിയായിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കുറുമ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.